ഞാനൊന്നും ചെയ്തില്ല നീ എന്തിനാ മോങ്ങണത്? ജോമന്റെ കൈയുടെ പവറിലെ തമ്പി ചേട്ടാ. എന്തുട്ട് പവറാണത്? ജോമന നീ എന്താ ഇറങ്ങുന്ന? ഇറങ്ങട ഒന്ന്. എടാ ജോമനെ കിടന്ന് മോങ്ങലടാ. എടാ ഞാൻ ആ ജംഗ്ഷനിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് വരാം. എന്താ പ്രശ്നം പോയി അന്വേഷിക്കട്ടെ. ഞാനതിനൊന്നും ചെയ്തില്ല തമ്പിച്ചേട്ടാ. പിന്നെ എന്തിനാ കിടന്ന് കറിയണത്? നിന്റെ കൈയുടെ പവറിലെ ജോമനെ മോയിരന്മാരെയൊക്കെ ഞാൻ ഏൽപ്പിച്ചു. ഞങ്ങളോട് ഒറ്റക്കാളുടെ ഇവിടെ ആടെ വരാടാ തമ്പി ചേട്ടാ. ചേട്ടാ ഇവിടെ എന്തെങ്കിലും പ്രശ്നം അടിപിടി അങ്ങനെ ചെറിയൊരു കശവിശ ഉണ്ടായി. നമ്മുടെ രാഘവന്റെ മോൻ അവന് 2 ചെറുപ്പക്കാർ പിടിച്ച് കൈവച്ച് എന്റെ കുറച്ച് പച്ചക്കറി നഷ്ടമായി. അത് തന്നെ മിച്ചം. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല തോന്നണല്ലേ? വേറെ അല്ല ചേട്ടൻ തല്ലുകൊണ്ടവന്റെ ആരെങ്കിലും ആണോ? ഇല്ല ഞാൻ തല്ലിയവന്റെ ആരെങ്കിലും ആണോ? ഇല്ല ഏട്ടാ ഞാൻ അത് കേട്ടപ്പോ വെറുതെ ഒന്ന് അന്വേഷിച്ചാണ്. തല്ലുകൊണ്ടവന്റെ അളിയൻ സ്ഥലം മെസ്സെയ്യാണ്. അയാൾ ആരോ പിടിച്ച് കൈവച്ച് ആള് മാറിപ്പോയെന്ന് പറഞ്ഞു. ആണല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല ചേട്ടൻ എന്താ വേണ്ടേ? പാളയംകോട്ടനല്ലേ ഇത്? ഇതിനെന്താ വില ചേട്ടാ? എന്റെ പൊന്നു ചേട്ടാ, കച്ചവടം ഞാൻ നിർത്തി. വലിക്കാണ്ട് ഇവിടെ വേണമെങ്കിൽ തരാം. ചേട്ടാ ഒരു ഭുവനേന്ദ്രൻ അറിയോ? അറിയില്ല മോനെ. അപ്പുറത്തെ കടയിൽ അല്ലെങ്കിൽ അപ്പുറത്തെ ജംഗ്ഷനിലൊന്നും ചോദിച്ചു നോക്കി. ശരിയെന്നാ. ചേട്ടനൊരു ഭുവനേന്ദ്രൻ അറിയോ? അറിഞ്ഞിട്ട് എന്തിനാ? അല്ല ഒന്നല്ല, ഒരു പഫ് വരും. പഫല്ലടാ, നിനക്ക് ആ മുട്ട പപ്സ് തരാം. നിക്കടാ തരാം. രാവിലെ ഇറങ്ങിക്കോളും കുറ്റിയും പറിച്ചോളൂ. എടാ തമ്പിച്ചേട്ടൻ കാണാനില്ലടാ. എടാ നൈസായിട്ട് പോയി നോക്കടാ. അത് വേണോ? എടാ ഒന്ന് പോയി നോക്കടാ ഒന്ന്. ഹലോ മോനെ ഭുവനേന്ദ്രൻ അല്ലേ? ചേട്ടാ ഭുവനേന്ദ്രൻ അല്ല ചേട്ടാ, ഭുവനേന്ദ്രൻ ഇല്ല. നോക്കി വിളിക്കുമില്ല മൈത്താണ്ടിയൊക്കെ. ചേട്ടാ ലൈറ്ററാണ്. ഇതാണ്. മോനെ ഭുവനേന്ദ്രൻ അല്ലേ? ആടാ ഭുവനേന്ദ്രനാണ്. വന്ന് കൊന്നു തിന്നിട്ടല്ലേ നീ? തമ്പിച്ചേട്ടൻ ലോക്കായ. എന്റെ പൊന്ന്. ഭുവനേന്ദ്രനല്ലേ? എടാ അപ്പൊ നീയാണല്ലേ? അതേടാ ഞാൻ തന്നെടാ മയില്. ചേട്ടാ ആ എന്റെ പച്ചക്കറി എവിടെ? ഭുവനനാ. എന്താ പറ്റിലെഴുതി കേട്ടോ. എന്തായി? എന്താ രാവിലത്തെ അടിയുടെ കാര്യം നോക്കുന്നുണ്ട്. അടിച്ചോണ്ട് കിട്ടിയാ? അതൊക്കെ അളിയൻ നോക്കുന്നുണ്ട്, പിടിച്ചോളും. എന്നാ ഒരു കാര്യം ചെയ്യ്, അടുത്തുള്ള നല്ല ഉഗ്രൻ അടിക്കുന്ന ഒരു ചാൻസ് റെഡി ആയിരുന്നോ? എന്ത്?
നിന്റെ അളിയൻ ആള് മാറി പിടിച്ചെന്ന അടിച്ചെന്ന ഓടിച്ചെന്നൊക്കെ കേക്കുന്നുണ്ട്. നേരെടാ ഇവനൊക്കെ പോലീസിലെടുത്ത് നോക്കിയെടുത്തോണ്ട് പോളാ കോപ്പേ. എന്താടാ ഒരു ടീം ചവിട്ടിക്കൂട്ടി ഒരു ഒമിനിക്കാറിലിട്ട് കൊണ്ടുപോണ്ടായിരുന്നു. നമ്മൾ ഇടിച്ചവന്റെ ടീമായിരിക്കും. അവരങ്ങോട്ട് കയറി പോണേ കണ്ട്. എന്താ ഓഹോ ഒത്തോണ്ടുള്ള പരിപാടികളാ. പണിയെടുക്ക. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാൻ പാടില്ല. ഹാപ്പി ഓണം. ഇവനെന്തിനാണ് എന്നെ വിളിക്കണത്? ആ ബോസേ തമ്പിച്ചേട്ടാ അവന്മാര് പൊക്കി. ആര് ഏമാര്? ഞങ്ങളെ തല്ലാൻ ഏൽപ്പിച്ചല്ലേ അവന്മാര്. എന്നിട്ട് നീയൊക്കെ നോക്കി നിൽക്കണോടാ? ചെയ്യടാ. ഞങ്ങൾ അവന്മാരോട് പുറകെയുണ്ട്. ബോസിന്റെ ഇടപെട്. എടാ അവന്മാര് നിന്നല്ലേ പൊക്കട്ടെ, എന്തിനാ തമ്പിയെ പൊക്കണേ? ഞങ്ങൾ അവരെ തല്ലണത് നാട്ടുകാർ കണ്ട് സീനായി. അയ്യോ നീയൊക്കെ കൂടി എന്ത് വള്ളിയാടാ പഠിക്കണേ? സോറി ബോസേ, ലൈറ്റ് ആയിട്ട് കയ്യിൽ പോയി. ഇതിനിപ്പോ എന്താ ചെയ്യാ? നീ ഇപ്പൊ എവിടെയാ? ഞാൻ വളഞ്ഞ തറായി വണ്ടിയിൽ ഫോളോ ചെയ്യണ്ട. അത് ഫോളോ ചെയ്. നമ്മുടെ തമ്പിയുടെ മേത്തൊരു പോറല് കൊഴിപ്പിടരുത്. ഏറ്റവും ബോസ്. ബോസേ സെറ്റാക്ക് പവർ വരട്ടെ. ഓ ഇതെന്ത് കോപ്പ്? തമ്പിച്ചേട്ടന്റെ കരച്ചില്ലല്ലോ കേൾക്കണത്. നിനക്ക് കിട്ടണോ നമ്മളൊരു ടീമല്ലടാ. നീ എന്നെ പോലീസിനോട് ഉടുപ്പിക്കണോ? പോലീസിനോട് ഉടുപ്പിക്കണോ? അയ്യോ ഒന്നും അറിയാത്തല്ലോ. പൊന്നക്കിൽ ഇവന്റെ അണ്ണക്കിൽ കുത്തിക്കിട്ട് വെക്കണം. എന്നാലും തമ്പിച്ചന്റെ ഇവന്മാരെങ്ങനെ പൊക്കി. ഇവന്മാരെ ഇങ്ങോട്ടേക്കാണോ പുള്ളിയും കൊണ്ട് പോണത്? തമ്പിയാണെങ്കിൽ മയിലാടാ. ഇന്ന് നീ തീർന്നടാ. ജോമോനെ നിന്റെ ഒറ്റ മാസം കാണിക്കലാണ്ടാ. എല്ലാം ചെയ്തു നീ പൊട്ടം കളിക്കുന്നുണ്ടോ? നീ മോനെ കടക്കിടി. നീ അവന്റെ പണിയങ്ങ് തീർത്തേ. ബോസേ ഈ ഓണം കലങ്ങിയില്ലേ? നിസ്സാര പണിയല്ലടാ, പെട്ടെന്ന് തീർക്കാം. ബോസേ ബോസ് എവിടെ എത്തി? ഞങ്ങളിതേ പാതാളത്തൂന്ന് ഇറങ്ങി കിടന്ന് പടക്കാ. ജോമോനല്ലേ അത്? ആ ശരിയാണല്ലോ. അത് ഈ ഫോൺ വെക്ക്. നിന്നെ ഞങ്ങള് ലോക്കാക്കിയിട്ടുണ്ട്. ബോസ് എന്നെ എന്തിനാ ബോസ് ലോക്കാക്കണത്? ഞാൻ അവരെ ഫോളോ ചെയ്യണ്ടിരിക്കണല്ലേ. ഓ ഈ മോനെയൊക്കെയാണല്ലോ നമ്മള് പണിയേപ്പിച്ചേ. ഓ എടാ ജോമോനെ നിന്നെ ഞങ്ങള് കണ്ടെന്ന്. ഇയാളിത് എന്ത് മണ്ടത്തരോ പറയണത്? ഓ എന്റെ ബോസേ, എന്നെയല്ല നമ്മുടെ തമ്പിച്ചേട്ടനെ പൊക്കിയ ആൾക്കാരല്ലേ പൊക്കേണ്ടത്. എടാ ഷാജി, ഇവൻ എന്തുട്ടൊക്കെയാണ് ഈ പറയണത്? ഇവൻ ശരിക്കും ഒരു പടയണ്ടാ. ബോസേ ഫോണൊന്ന് കട്ട് ചെയ്ത് വെറുതെ മണ്ടന്മാരോട് സംസാരിച്ച് എടാ മോനെ, നീ ആ ഫോണാട് കട്ട് ചെയ്തേ. ഇപ്പൊ ഈ പണിയാട് തീരട്ടെ കേട്ടാ. തിരിച്ചേ വണ്ടി തിരിച്ചേ. ഷാജി ഓ വിടറ വേഗം. തമ്പിച്ചേട്ടാ
കഥ പോലെ പുകിലാണ് പതിവായി ഇടിയാണ് പലതായി മുടയാണ് പലരും ചൊടിയാണ് പകലും പുലിയാണ് പലരും ചിരിയാണ് പകരം കലിയാണ് പതിവായി കിഴിയാണ് പലതായി ചുറ്റും നിറമില്ല കുറ്റം മുട്ടും ഗുണമില്ല വട്ടം ചുറ്റും സുഖമല്ല മൊത്തം കെണിയല്ലോ ഒട്ടും പഴമില്ല വട്ടം കെട്ടും തുഴയില്ല പട്ടം ഉള്ളിൻ മുന പോലെ ഒട്ടും വളയില്ല. ഞാൻ ആദ്യം ആ വഴി പോയി ഇനി അവന്റെ ശല്യമില്ല. ഇനി ഞാൻ പറത്തും. അവന്മാർ രണ്ടും ഒരിക്കൽ സ്പ്ലിറ്റ് ആയല്ലോ ബോസേ. ബോസ് ഇവന്മാര് ചില്ലറക്കാരല്ല, അവര് വേറെ ലെവല് കളിയാണ് കളിക്കണത് കേട്ടോ. ഇതുപോലെയുള്ള എത്ര കളികൾ കണ്ടതാ നമ്മള്. ഇനി നമ്മുടെ ഒടുക്കത്തെ കളി അവന്മാർക്കിട്ട് കാണിച്ചു കൊടുക്കാം. ഈ ഡയലോഗേ നമ്മൾ വേറെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ബോസെ ജോമോൻ വന്നേക്കണ്. ജോമനെ നിക്ക്. എടാ ജോമനെ, നീ ആ കാറിന്റെ പുറകെ പോയിക്കോ, ഞാൻ മറ്റവനെ പൊക്കി അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ, എനിക്ക് വേറൊരു ഐഡിയ തോന്നിയായിരുന്നു. എന്നാലും ബോസ് പറഞ്ഞാലേ വിടറാ. ഇവനെയൊക്കെ ബോസെ ആ പൊട്ടനൊക്കെ കാര്യങ്ങൾ മര്യാദക്ക് ചെയ്യോ? എനിക്ക് വിശ്വാസമല്ല കേട്ടോ. ബോസേ എനിക്കും വിശ്വാസമില്ല കേട്ടോ. എടാ എനിക്കറിയാൻ പാടില്ല, ഇപ്പൊ അവനെ വിശ്വസിക്കാനായിട്ട് വേറെ തരൂല. തമ്പിച്ചേട്ടന്റെ ലൈഫാണ്. വണ്ടി വിട്. അഷിച്ചുവിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു പോയി, അല്ല കളഞ്ഞിട്ട് പോകായിരുന്നു. കിട്ടി ചേട്ടാ, മീനെ കിട്ടി. ഗ്രില്ലടിച്ചാൽ നമുക്ക് നിക്ക്, കനല് വേണ്ടേ? എടാ, മീനിന്റെ ഉള്ളു വേവണമെങ്കിൽ കനല് വേണം. കനലുള്ള തീ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് ആളി കത്തിയാ മതി ഡിങ്കാപ്രി. അവരൊതുക്കി, നീ ഒതുക്കിയേ. ആ അപ്പൊ എങ്ങനെ കേറി പൊട്ടിക്കാലേ? വസുമതി മതി മതി വസുമതി മതി അതെന്നെ മതി. തന്നെയാണോ ഡബുവാ? എടോ, തനിക്ക് ആ വണ്ടി നമ്പർ അടക്കം പറഞ്ഞു തന്നല്ലേടോ. എന്നിട്ട് ഏതോ പിള്ളേരെ ആള് മാറി പിടിച്ചേക്കുന്നു കണാപ്പൻ. ആ വണ്ടി നമ്പർ തെറ്റായിരുന്നടേ. ആള് മാറി പിടിക്കേ? ഇതെന്താ മനുഷ്യ കേക്കണേ? അല്ല, ചെറുതായിട്ടൊന്ന് ആള് മാറി പോയിരുന്നു. ഓ എന്റെ ദൈവമേ, തന്നെ ഒന്നും ഒന്നിനും കൊള്ളത്തില്ലടോ. എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ നേരെ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ സുമേ 24 മണിക്കൂറിനുള്ളിൽ ഇവനെ തല്ലവനെ ഞാൻ പൊക്കിയിരിക്കും. പിന്നെ എന്നിട്ട് ഇനി വീട്ടിൽ കയറൂ. എന്നാലേ എന്നിട്ട് ഈ വീട്ടിലോട്ട് കയറിയാ മതി. സുമേ സുമേ ആ കൊള്ള പൊന്നി. നോക്കിട്ടിരിക്കണേ, കുണ്ടി കൊള്ളും. റോസിനെന്ത് കുണ്ടി. ഹാപ്പി ഓണം. ആ ഹാപ്പി ഓണം. എന്താ ഏട്ടാ? അടിക്കടാ. ഞാനിപ്പോ യൂണിഫോം എഴുതിയിട്ടില്ല. യൂണിഫോമിൽ വരാനും എന്താ സ്കൂളാ? നീ ഇത് എവിടേക്കാ ഓടണേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നും വേണ്ട. അയ്യോ, അവരെ പോയി പിടിച്ചേ. ഞാനോ? നിങ്ങളല്ലേ പോലീസ്? ഒന്ന് പോ വേഗം. യെസ് സുമതി, ഞാൻ പോകുന്നു. ഞാൻ പോയി വരാം സുമതി. ഏട്ടന് വേണ്ടി പ്രാർത്ഥിക്കൂ സുമേ. ഈശ്വരന്റെ മോനേന്ദ്രൻ.